ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിനിമാ നടൻ ജഗദീഷിൻ്റെ ഒരു പിക്ചറാണ്. അത് പുള്ളി ഇപ്പോൾ ഈ അടുത്ത് താടിയൊക്കെ വെച്ച് ഒരു പിക്ചറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഏകദേശം അതാണ് മനസ്സിൽ കാണുന്നത്. അപ്പോൾ എന്നാൽ അങ്ങനത്തെ ഒരു പടം വരയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊന്ന് നമുക്ക് നോക്കിക്കളയാമെന്ന്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഇതൊരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കളയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത്. തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷമാപണം നടത്തുക, അല്ലേ? അത്രയും ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സെറ്റായി വരുന്നേ ഉള്ളൂ. പിന്നെ ജഗദീഷ് പുള്ളിയുടെ കുറേ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കുറച്ച് നാൾ മുമ്പേ ഞാൻ ഓസ്ലാർ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിരുന്നു. ജയറാമിൻ്റെ ഒരു പടമാണ്. അതിൽ പുള്ളിക്കാരൻ വില്ലനാണ്. അടിപൊളി ഒരു വില്ലനാണ് കേട്ടോ. ഒരു മയപ്പെടുന്ന ഒരു വില്ലൻ, അല്ലേ? എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു വില്ലനായിട്ട് എനിക്ക് തോന്നി. ഒരു ഫൈറ്റൊന്നുമില്ല, ഒരു സൈലൻറ്റ് വില്ലൻ, അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ പുള്ളിയുടെ പഴയ കാലത്തുള്ള നായകനായിട്ട് അഭിനയിച്ച സിനിമകൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് ചെറുതായിട്ടെങ്കിലും യൂട്യൂബിൽ കാണണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ കുറേ പടങ്ങളുണ്ട്. ഭാര്യ, ശ്രീധനം, പിന്നെ വേറെ ഏതോ ഒരു വലിയ എന്താ പറയുക, സുരേഷ് ഗോപിക്കുള്ളൊരു സിനിമയാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പടത്തിൻ്റെ പേര് ഓർക്കണില്ല. അതിൽ ജഗദീഷ് ഭയങ്കര എന്താ പറയുക, മിഡിൽ ക്ലാസ് ആളുടെ ശരിക്കുള്ളൊരു ഫേസ് അതെടുത്ത് കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ കുറേ കാര്യങ്ങൾ. അതിപ്പോഴത്തെ സിനിമയൊന്നും കേട്ടോ, കുറച്ച് പഴയ സിനിമയാണ്. ഞാനെപ്പോഴും സംസാരിക്കുമ്പോൾ ഏകദേശം കുറച്ച് ബാക്കായിട്ടുള്ള സിനിമകളൊക്കെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. കാരണം നമ്മളതിങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് തോന്നും അതിലിങ്ങനെ ചെറിയൊരു ലൈഫ് പോലെ ഉണ്ട് എന്നെനിക്ക് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം കളർഫുള്ളായിട്ടുള്ളതല്ലേ. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഫിലിംസാണ് കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കാണിക്കാറുള്ളത്. ഇപ്പോൾ കുറച്ച് എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ട്രെൻഡ് ഇതല്ലേ. പിന്നെ ഇതിലെ വേറൊരു വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ കാപ്പ എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ സിനിമയില്ലേ, അതൊരു ഹൈലൈറ്റിംഗ് റോളാണ്. അതെനിക്കിഷ്ടമായിരുന്നു കേട്ടോ. അത് അങ്ങനത്തെ ഇത് കാണുന്ന കുറച്ചും കൂടി എന്താ പറയുക, വേറൊരു വെറൈറ്റി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പുള്ളി താടിയൊക്കെ വെച്ചിട്ട് വേറൊരു ലുക്കിൽ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു, ഇങ്ങനെയും വേഷം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇത് തോന്നി, ഒരു പ്രത്യേക ഒരു സുഖം. എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നി. ചിലവർ അങ്ങനെ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇവരെയൊക്കെ കാണുന്നത് നമ്മുടെ ഈ കഥാപാത്രങ്ങളിലൂടെയാണല്ലോ നമ്മളൊക്കെ ഇവരെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായിട്ട് നമുക്ക് ഒരു കലാകാരനെ അറിയില്ല. പക്ഷേ ഇവരഭിനയിച്ച ഓരോ കഥാപാത്രങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, ചിരഞ്ജീവികളായിട്ട് നിൽക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഈ അടുത്ത് ഇന്നലെ ഇങ്ങനെ ന്യൂസ് കേട്ടായിരുന്നു. ഇങ്ങനെ കബീർ പൊന്നമ്മ കേട്ടപ്പോൾ ഭയങ്കര ഉള്ളിലെവിടെയോ ഒരു വിഷമം തോന്നിയായിരുന്നു. കാരണം നമ്മളവരുടെ കുറേ പടങ്ങൾ കണ്ട് അവരങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ അവരൊക്കെ ഇങ്ങനെ ഉൾക്കൊണ്ട് എന്താ പറയുക, ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. ആ കഥാപാത്രങ്ങളെയാണ് കേട്ടോ ഞാൻ പറയണത്. പ്രത്യേകം എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തിപരമായിട്ട് ആരെയും അറിയില്ലല്ലോ. പക്ഷെ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങൾ അതിൽ ഭയങ്കര ഒരു സ്പാർക്ക്, അല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അമ്മയുടെ മനസ്സ്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഫീല് എപ്പോഴും കൊണ്ടുവന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ എന്നും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇത് ഫ്രീ ഹാൻഡാണ്, നമ്മുടെ മറ്റേ മെത്തേഡൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഫ്രീ ഹാൻഡ് ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മൈൻഡ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വേണം ഫ്രീ ഹാൻഡ് ഉപയോഗിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അപ്പോഴാണ് നമുക്ക് ഏകദേശം ആ ഒരു
ഇതിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ ആ പിക്ചർ നമ്മുടെ ഇതിൽ നിന്ന് വിട്ടുപോകും. അതങ്ങനെയാണത്. എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പടം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ മുടി ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, കണ്ണിങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് ഒന്നും കൂടി നമ്മൾ ആ പിക്ചറിൻ്റെ മേളിൽ കൂടി തന്നെ ഒന്ന് വരച്ച് നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് പിടിച്ചെടുക്കും ഏകദേശം ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് കുറച്ച് അത്ര അങ്ങ് ബുദ്ധിമുട്ട് വരില്ല എന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടി. പിന്നെ പുള്ളിയുടെ കോമഡി പരമായിട്ടുള്ള എനിക്ക് പെട്ടെന്ന് ചിരി വരാൻ ചിരിച്ചുകൊണ്ട് നിർത്താൻ പറ്റാത്തൊരു സിനിമ എനിക്കുണ്ട്. അത് നമ്മുടെ ഇൻഹരിയർ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അതിൽ ഭരതൻ ഇല്ലേ, ആ പുള്ളീനെ തട്ടി പുള്ളിയുടെ മേത്തേക്ക് തട്ടി മരുന്ന് കെട്ടി വീടാട്ടിട്ട് മേത്തേക്ക് വീഴുന്ന ഒരു സീനുണ്ട്. അത് കുറേ പ്രാവശ്യം ഞാൻ ചിരിച്ചത്, കുറേ മനസ്സിൽ ഭയങ്കര ഒരു ഇത് തോന്നിയായിരുന്നു കേട്ടോ. ഇതുകൊണ്ടായി ഞങ്ങൾ പുള്ളിയുടെ അത് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു ഇത് വരികയാണ് കേട്ടോ. പുള്ളിയുടെ ഒരു പ്രത്യേക നടപ്പും ഒരു ഭാവമൊക്കെ അന്ന് മുതലേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയൊരു മനുഷ്യനാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ഡെയിലി ഒരു 2-3 പടങ്ങളൊക്കെ വെച്ച് ഇടാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. പിന്നെ ഫ്ലിപ്പ് അല്ലേ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒന്നാമത്തെ കാര്യം നമ്മൾ അതിനോട് ഇരിക്കണം, അതിനോട് ഇണക്കം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഔട്ടർ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ജഗദീഷ് ഇപ്പോൾ മിക്ക സിനിമകളിലുണ്ട് ഈ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ നോക്കുന്ന കുറേ നടന്മാരൊക്കെ അപ്രതീക്ഷിതമായി. പിന്നെ ഇപ്പോഴും ജഗദീഷ് ചെറിയ ചെറിയ റോഡുകളിൽ മിക്ക സിനിമകളിലും മഞ്ഞുണ്ട്. അച്ഛനായിട്ടും വില്ലനെ സപ്പോർട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ ഈ ഗ്ലൗസ് ഇടുന്നതുണ്ടല്ലോ, അത് ബ്ലെൻഡിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടി. അതായത് നമ്മൾ മറ്റേ ബ്രഷ് കൊണ്ടൊക്കെ അതിൻ്റെ ആ ഒരു മൂഡ് പോവും. പക്ഷേ ഗ്ലൗസ് ആണെങ്കിൽ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ തോണ്ടി. അത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. അപ്പോൾ അതൊരു ഇംഗ്ലീഷ് മൂവി ചാനലാണ്. അപ്പോൾ അതിലിങ്ങനെ ഡ്രോയിങ്ങിൻ്റെ ഇത് കാണാം. ഞാനിങ്ങനെ ഡ്രോയിങ്ങിൻ്റെ കുറേ വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം കുറേ ലേണിങ് ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടുള്ളൂ. എന്താ പറയുക, ഫ്ലോ ഇൻകം എന്താ പറയുക, ആ ഒരു ഇതിനോടൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നത്. കാരണം അവരുപയോഗിക്കുന്ന മെത്തേഡുകൾ കുറച്ചും കൂടി ട്രിക്കി ആയിരിക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലേക്കായിരിക്കും ചില ആൾക്കാരുടെ വരയും ഇതൊക്കെ. അതവർ കാണിച്ച് തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ റെഫറൻസ് പോലെ എടുത്തിട്ട് അത് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഏകദേശം ജഗദീഷ് സാറിൻ്റെ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം പുതിയതായിട്ട് കാണുകയാണെങ്കിൽ അവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ very nice day. Thanking you.